സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് നോമ്പുകാല ചിന്തകളിൽ ഒരു വചനം പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിക്കാം. അതിനായി തിരഞ്ഞെടുത്ത തിരുവചന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 26 വാക്യം 10. യേശു അതറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? അവൾ എങ്കൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 10 വാക്യത്തിൽ യേശുവിൻ്റെ ഒരു ചോദ്യമാണ് നാം കാണുന്നത്. 4 സുവിശേഷങ്ങളിൽ ഇപ്രകാരം യേശു കർത്താവിൻ്റെ അനവധി ചോദ്യങ്ങൾ നാം കാണുന്നുണ്ട്. പരീശന്മാരോടുള്ള ചോദ്യങ്ങൾ, സദൂക്യരോടുള്ള ചോദ്യങ്ങൾ, ശിഷ്യന്മാരോടായുള്ള ചോദ്യങ്ങൾ, തൻ്റെ മുന്നിലിരിക്കുന്ന വലിയൊരു പുരുഷാരത്തോടായിട്ടുള്ള ചോദ്യങ്ങൾ, യേശുവിൻ്റെ ശത്രുക്കളോട് പോലും, അഥവാ യേശുവിനെ മാനസികവും ശാരീരികവും ആത്മീയവുമായി പീഡിപ്പിച്ച ശത്രുക്കളോടും യേശു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ വേദപുസ്തകത്തിലുടനീളം, പ്രത്യേകിച്ച് 4 സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ചോദ്യങ്ങൾ അനവധിയാണ്. അതിൽ ഒരു ചോദ്യമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26:10 നാം കാണുന്നത്. അഥവാ ഈ ചോദ്യം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്ത്രീകളെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് എന്നാണ് യേശു ചോദിക്കുന്നത്. ഈ ചോദ്യം ഈ നൂറ്റാണ്ടിൽ, ഈ തലമുറയിൽ, ഈ അന്ത്യകാലത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇന്ന് യാത്രക്കിടയിലും പഠനസ്ഥലത്തും ജോലിസ്ഥലത്തും ഭവനത്തിലും സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു കൂട്ടം സ്ത്രീകൾ മാനസികമോ ശാരീരികമോ ആത്മീയമോ ആയി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പീഡ അനുഭവിക്കുന്നവരുടെ വാർത്തകൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയും ശ്രവ്യ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ നാം കാണുന്നു, കേൾക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. സ്ത്രീകൾക്ക് കൊടുക്കുവാനുള്ള ബഹുമാനം അവർക്ക് നൽകണം. സ്ത്രീകളെ മാനസികമോ ശാരീരികമോ ആത്മീയമോ ആയി പീഡിപ്പിക്കുവാനായിട്ട് പാടില്ല. അവർ ദൈവകൃപയുടെ കൂട്ടവകാശികളെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചു. അഥവാ സ്ത്രീകൾ ബലഹീന പാത്രമെങ്കിലും അവർ ഇന്ന് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉയർന്നു വരുന്നുണ്ട്. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്ത്രീകളെ അസഹ്യപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിക്കുക അത്രേ ചെയ്യേണ്ടത്. അവരെ ബലപ്പെടുത്തുക അത്രേ ചെയ്യേണ്ടത്. അവരെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുക അത്രേ ചെയ്യേണ്ടത്. അവർ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് അഭിനന്ദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും ഒരു വാക്ക് പറയുകയോ ഒരു പ്രോത്സാഹനം കൊടുക്കുകയോ ചെയ്യുന്നത് അവർ വീണ്ടും വീണ്ടും സൽപ്രവൃത്തികളിൽ സമ്പന്നരാകുവാൻ കാരണമായി തീരും. അതിനു പകരം ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ, അവരെ അസഹ്യപ്പെടുത്തുമ്പോൾ, അവരെ പീഡിപ്പിക്കുമ്പോൾ, അവരെ വേദനിപ്പിക്കുമ്പോൾ അവർ ചെയ്യുവാനിരിക്കുന്ന നിരവധിയായ സൽപ്രവൃത്തികൾക്ക് അതൊരു തടസ്സമായി മാറുന്നു. യേശു ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ സ്ത്രീകളെ അസഹ്യപ്പെടുത്തുന്നത്? സ്ത്രീകളെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമായി കണ്ടുകൊണ്ട്
അവരെ ബഹുമാനിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ, അവരെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും. ആമേൻ, ആമേൻ.